ഹായ് ഓൾ, ഞാൻ അനുദീപ്. അങ്ങനെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എത്തി. രണ്ട് നോട്ടിഫിക്കേഷനും എത്തിയിട്ടുണ്ട്. ഓരോ നോട്ടിഫിക്കേഷനും ഓരോ ജീവിതമാണെന്ന് പറയാറുണ്ട് അല്ലേ? എങ്ങനെ അടുത്തൊരു 7-8 മാസം നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് കിട്ടുന്ന അവസരങ്ങളാണ് ഓരോ PSC നോട്ടിഫിക്കേഷൻസ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോട്ടിഫിക്കേഷനെ പറ്റി മാത്രമല്ല, ജീവിതത്തെ പറ്റി, ഈ പരീക്ഷ എങ്ങനെ പഠിച്ച് പാസ്സാവണമെന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ ഷോർട്ട് വെർഷനും കാണും, ലോങ് വെർഷനും കാണും. ബേസിക് ഡീറ്റെയിൽസ് മാത്രം മതിയെങ്കിൽ ഞാനിപ്പം പെട്ടെന്ന് പറഞ്ഞത് തീർക്കാം. പക്ഷേ ഈ പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയണമെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തായാലും എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ഇവിടെ നമ്മൾ ഡെയിലി രാവിലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഫ്രീ മോക്ക് ടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാനൽ മെമ്പേഴ്സ് ആവുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് അവിടെ പോസ്റ്റ് ചെയ്യുക. കുറച്ച് കട്ടി ചോദ്യങ്ങളും കാണും, ഈസി ചോദ്യങ്ങളും കാണും. ഇതൊന്ന് റെഗുലർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഒരു 5-6 മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ടന്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഫ്രീ പ്രോഗ്രാം ആണ്. അപ്പൊ എല്ലാവരും ടെലിഗ്രാം ഫാമിലിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നോട്ടിഫിക്കേഷൻ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം എങ്ങനെ പഠിക്കണമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഈ ഒരു പരീക്ഷ നമുക്കറിയാം 2 നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. KSFE പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ KSRTC പോലുള്ള മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. രണ്ടിടത്തേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് അല്ലേ? ഇവിടുത്തെ വേക്കൻസിയാണ് ഹൈലൈറ്റ്. ആന്റിസിപ്പേറ്റഡ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ 3500 മുതൽ 4000 കൂടുതൽ വരെ വേക്കൻസികൾ ഇവിടെ കാണും. അതായത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിനെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യമാണ് അല്ലെ? ഇപ്പൊ 10th plus 2 ലെവൽ എക്സാംസിൽ വേക്കൻസികൾ വരാറുണ്ട്. എനിക്കൊന്നും അതിനേക്കാൾ വേക്കൻസി ഡിഗ്രി ലെവൽ വന്നിട്ടുണ്ട്. ഡിഗ്രി ലെവൽ ജോലി നേടിയെടുക്കണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കുള്ള ഏറ്റവും വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത്. ഡിഗ്രി ലെവൽ സാലറി കൂടുതലാണ്, പ്രൊമോഷൻ സാധ്യതകൾ കൂടുതലാണ്, അതിന്റെ പവർ മറ്റൊരു ലെവലിലാണ്. അതൊക്കെ നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ ഒരു മൈൻഡ് സിംഗിൾ ഫോക്കസ്ഡ് ആക്കി വെച്ചുകൊണ്ട് ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. നമുക്കിത് അടിച്ചെടുക്കാൻ പറ്റും. വേക്കൻസി എന്ന ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണെന്ന് എല്ലാവർക്കും അറിയാം. റിസർവേഷൻ ഉള്ള കാറ്റഗറിക്ക്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, SC ST കാറ്റഗറിക്ക് തത്തുല്യമായിട്ടുള്ള വയസ്സിൽ ഇളവ് അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരുടെയും സംശയം ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചാണ്. BBA ഉള്ളവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, BTech ഉള്ളവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, കുന്നംകുളം യൂണിവേഴ്സിറ്റി പറ്റില്ല, ബട്ട് റെക്കഗ്നൈസ്ഡ് അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏത് ഗ്രാജുവേഷൻ ആയാലും മതി. BBA ആവാം, ഈ പറഞ്ഞതുപോലെ BCom, BSc, MCom അല്ല, ഏത് ഗ്രാജുവേഷൻ ആയാലും മതി. അതിന് തത്തുല്യമായിട്ടുള്ള ഏത് പ്രോഗ്രാം ഇവിടെ ഓടും. അല്ലാതെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം വേണമെന്നല്ല, ഇക്വലൻസി പറഞ്ഞിട്ടുണ്ട്. തത്തുല്യമായിട്ടുള്ള റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയുടെ ഏത് പ്രോഗ്രാമും നമുക്ക് ഇവിടെ റൺ ചെയ്യാൻ പറ്റും. പിള്ളേരെ അതൊരുത്തത് ടെൻഷൻ അടിച്ച് സമയം കളയണ്ട, പഠിച്ചു തുടങ്ങുക. ക്വാളിഫിക്കേഷൻ കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഇനി ഇത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട അവസാനത്തെ തീയതി എന്ന് പറയുന്നത് November 19 ഇതുവരെ ആരും വെയിറ്റ് ചെയ്യരുത്. ഇന്നും നാളെ ഒക്കെ കുറച്ച് റഷ് ആയിരിക്കും. മറ്റന്നാൾ തൊട്ടെങ്കിലും എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുത്ത് തുടങ്ങുക. ദയവായി ഈ ഒരു കട്ട് ഓഫ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കല്, പണി പാളും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഷോർട്ട് വേർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ്. ഇനി പറയാൻ പോകുന്നതാണ് ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്. കാര്യം എങ്ങനെ പഠിക്കണം, എന്ത് തന്ത്രങ്ങൾ ഉപയോഗിക്കണം, എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഒരു റാങ്ക് ഹോൾഡർ ആവാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഓരോ നോട്ടിഫിക്കേഷനും ഒരു സെക്കൻഡ് ചാൻസും കൂടെയാണ് നിങ്ങൾ മനസ്സിലാക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇപ്പം കഴിഞ്ഞു, അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ കഴിഞ്ഞു. ആ പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, ഈ പരീക്ഷയ്ക്ക് നമുക്ക് സെറ്റ് ആക്കാം അല്ലെ? കാര്യം നല്ല വേക്കൻസി വരുന്നുണ്ട്, കുറെ കൂടെ ലളിതമായിട്ടുള്ള സിലബസ് ആയിരിക്കും. ഇത് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. അപ്പൊ സെക്കൻഡ് ചാൻസ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നവംബറിൽ വരുന്നുണ്ടെന്ന് പറയുന്നു. സോ ഒറ്റപ്പെടുത്തത്തിൽ ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകളും നമ്മൾ ക്രാക്ക് ചെയ്യണം. അതിനെ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പറയുമ്പോൾ ടെക്നിക്ക് അനുസരിച്ച് പഠിക്കാം. സിമ്പിൾ ആണ്. ഞാൻ സ്ഥിരമായ വീഡിയോകളിൽ പറയുന്ന ഒരു കാര്യമാണ്. സിലബസ് PSC പബ്ലിഷ് ചെയ്യും, അത് പഠിച്ചു തുടങ്ങുക. പ്രിലിംസിന്റെ സിലബസിൽ മാറ്റമൊന്നും വരാനില്ല. അതുകൊണ്ട് പ്രിലിംസ് സിലബസ് വെച്ച് തന്നെ പഠിച്ചു തുടങ്ങുക. ഇവിടെ നമ്മൾ 2 അപ്രോച്ചുകളാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കുക. കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയിലെ ചോദ്യമാണത്. ഈ കൂട്ടത്തിൽ ഒരു മാത്സ് ഫോളോയിങ് ചോദ്യം കറക്കി കുത്താൻ അറിയാവുന്ന ആൾക്കാർക്ക് വേറെ 1 സെക്കൻഡ് മതി. എല്ലാവർക്കും ബേസിക്കലി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഇർഹ്ല ഇബിൻ ബത്തൂത്ത എന്നുള്ളവരെ എല്ലാവർക്കും അറിയാം.
ഈ കൂട്ടത്തിൽ ഒരു ഇസ്ലാമിക് പേര് മറ്റൊന്നേതാ? സൈനുദ്ദീൻ മക്തൂം മാത്രമാണ്. ഈ കൂട്ടത്തിൽ അത്തരത്തിലുള്ള പേര് തുഫത്തുൽ മുജാഹിദീൻ മാത്രമാണ്. B4 വന്നേ പറ്റത്തുള്ളൂ അല്ലെ, B4 വന്നേ പറ്റത്തുള്ളൂ. B4 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ആണ്. ഈ ബി ഒരിക്കലും 1 ഉള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ ബി എന്ന് പറയുന്ന ഇസ്ലാമിക് പേരിന്റെ കൂടെ ഒരു മുസ്ലിം ടച്ചുള്ള പേര് വരാൻ സാധ്യത 1 or 4 മാത്രമാണ്. ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ഡേറ്റ് റഹ്ലൈദ് ഇബ്ൻ ബത്തൂത്ത എന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതിന്റെ മാജിക് നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 or 4 മാത്രമേ വരുള്ളൂ. അത്തരത്തിലുള്ള ഒരേ ഒരു ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സിയിലേക്ക് നമുക്ക് ഒറ്റയടിക്ക് എത്താൻ പറ്റും. പക്ഷേ ആഴത്തിലുള്ള പഠനം ഉണ്ടെങ്കിലേ നമുക്ക് റാങ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കറക്കി കുത്തി അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി. ധാരാളം ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ തന്നെ ഉണ്ട്, അത് കണ്ട് പഠിക്കുക. ആഴത്തിലും പഠിക്കണം അല്ലെ. സിലബസിനകത്തെ ഓരോ കീവേഡ് നമ്മൾ ആഴത്തിൽ പഠിക്കണം. അതിനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഉണ്ട് കേട്ടോ. ഈ ഒരു ചോദ്യം അത്തരത്തിലുള്ള ചോദ്യം കറക്കി കുത്താനും നോക്കത്തില്ല. ഉഷാ മേത്ത എന്തുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ബേസിക് ഡേറ്റ അറിയില്ല, എന്നാലേ ഈ ഒരു എ എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ ഹാർഡ് വർക്കിന്റെയും സ്മാർട്ട് വർക്കിന്റെയും ഒരു മിക്സ് ആയിരിക്കണം നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത്. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്രീ കണ്ടന്റ് നമ്മുടെ യൂട്യൂബിലും ടെലിഗ്രാമിലും ധാരാളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. അതല്ല, ഒരു അഫോർഡബിൾ കോഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഞങ്ങളുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പുതിയ കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 50 വിദ്യാർത്ഥികൾക്ക് ജനറൽ PSC ബാച്ച്, അതായത് 10th plus 2 ലെവൽ പരീക്ഷകൾക്ക് നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കുന്ന ജനറൽ PSC ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ബാച്ചസും നമുക്ക് അവൈലബിൾ ആണ്. യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ പ്രിലിംസ് ബാച്ച് ഓൾറെഡി ഉണ്ട് കേട്ടോ. യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ പ്രിലിംസ് ബാച്ച് നമ്മുടെ ഓൾറെഡി ഉണ്ട്. സോ ആഴത്തിൽ പഠിക്കുക, ആസ്വദിച്ച് പഠിക്കുക. ഇതിന്റെ കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ട്രെസ് മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും ആണ്. നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പലരും എക്സാം ഹാളിൽ തോറ്റു പോകുന്നത് അവർക്ക് പ്രോപ്പറായിട്ട് മൈൻഡ് അല്ലെങ്കിൽ സ്ട്രെസ് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മുടെ ഈ ബാച്ചസിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റെഗുലർ ആയിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. സ്ട്രെസ് മാനേജ്മെന്റ് എക്സ്ക്ലൂസീവ് പ്ലേലിസ്റ്റ് ഉണ്ട്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രീ കണ്ടന്റ് ആണ് അവിടെ ഉള്ളത്. നിങ്ങൾക്ക് അഫോർഡബിൾ കോഴ്സ് വേണമെങ്കിൽ ഉറപ്പായി ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. അപ്പൊ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണോ നിങ്ങൾ പറയണം. അതിനോടൊപ്പം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ മോട്ടിവേഷൻ ഫാക്ടർ എന്താണെന്നുള്ളതാണ്. കാര്യം ഇതൊരു ലോങ് ജേർണി, ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. വാട്ട് മോട്ടിവേറ്റ്സ് യു, എന്താണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള കാര്യം. ചില ആൾക്കാർക്ക് ശമ്പളമാകാം, അല്ലെങ്കിൽ പബ്ലിക് സർവീസ് ആവാം. ചില ആൾക്കാരുണ്ട് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് ഉടനെ കല്യാണം കഴിക്കണം എന്ന പ്ലാനുള്ള ആൾക്കാരുണ്ട്. അതും അതൊരു ഒരു തെറ്റുമില്ല അല്ലേ. ചില ആൾക്കാർക്കുണ്ട് സോഷ്യൽ റെക്കഗ്നീഷൻ, അല്ലെങ്കിൽ പേരൻസിനെ നന്നായിട്ട് നോക്കണം അല്ലെ, വീട്ടിൽ നന്നായിട്ട് നോക്കണം. നിങ്ങളുടെ മോട്ടിവേഷൻ ഇതിൽ മിക്സഡോ ആവാൻ കേട്ടോ. ഇതെല്ലാം കൂടെ ഒരുമിച്ചും വരാം മോട്ടിവേഷനായിട്ട്. നിങ്ങളുടെ മോട്ടിവേഷൻ എന്താണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം. ഡെയിലി പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് സക്സസ്ഫുൾ ആവുന്നതായിട്ട്, മാനിഫെസ്റ്റ് ആവുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം പഠനം തുടങ്ങാൻ. അത് നിങ്ങളുടെ സ്റ്റഡീസിനെ മാറ്റിമറിക്കും, ഒരു സംശയമില്ല. സോ ഓൾ ദ വെരി ബെസ്റ്റ് കമന്റ് സെക്ഷനിൽ നിങ്ങൾ പറയുക.